ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിന്റെ 34ാമത്തെ ദിവസമാണെന്ന് 136/21 എന്ന് പറയുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാം നമ്മൾ ഈ 2025-ലെയും 2024-ലെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത പല ക്വസ്റ്റ്യൻസിൻ്റെയും റിപ്പീറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സിനോണിംസ് ആണെങ്കിലും ആൻറ്റോണിംസ് ആണെങ്കിലും ഒക്കെ നമുക്കതിവിടെ ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷും മലയാളം മാത്സ് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലീസ് ബോട്ടിൽ ഓൾ ദീസ് സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ്. ഐഡന്റിഫൈ ദ അണ്ടർലൈൻ വേർഡ് പാർട്സ് ഓഫ് സ്പീച്ച്. പ്ലീസ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും അല്ലേ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്ലീസ് ബോട്ടിൽ ഓൾ ദീ സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ്. അതായത് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ബോട്ടിൽ കുപ്പിയിലാക്കുക എന്നുള്ള ഒരു മീനിങ് അവിടെ വരുന്നത് അല്ലേ. ആ സ്ട്രോബെറീസ് എല്ലാം വാഷ് ചെയ്ത് ഉണക്കി എന്ത് ചെയ്യുക, കുപ്പിയിലാക്കുക. പ്ലീസ് ബോട്ടിൽ എന്ന് പറയുമ്പോഴേക്കും അവിടെ അത് എന്താണ്, അതൊരു വെർബായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഈ പറയുന്ന ഈ എന്താണ് ഈ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു ആഡ്വർബ് അല്ലേ പ്ലീസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു വെർബിന് പ്ലീസ് ഡു, പ്ലീസ് റൈറ്റ്, പ്ലീസ് റൺ എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മളതൊരു ആഡ്വർബ് ആയിട്ടാണ് പ്ലീസ് വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം അതിനുശേഷം എന്തായിരിക്കണം, വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഏതാണ്, പ്ലീസ് ബോട്ടിൽ ഓൾ ദീ സ്ട്രോബെറീസ് എന്ന് പറയുന്നത് വെർബാണ്. Nowadays, trucks of this company dash preferred by most of the drivers. എന്താണ് nowadays എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, പ്രസന്റ് ടെൻസ് ആണ് അല്ലെ, നിലവിലുള്ള കാര്യമാണ്. സോ പ്രസന്റ് ടെൻസ് ആണ്. ട്രക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്, പ്ലൂറൽ ആണ് അല്ലെ, ഓഫ് ദിസ് കമ്പനി. അപ്പൊ ഇവിടെ എന്ത് വരണം, ആർ പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ്. ഇപ്പോൾ ആർ ആണ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. The questions in the exam will be confined dash the syllabus prescribed. Confined കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം വരേണ്ടത് എന്താണ്, നമ്മൾ പ്രിഫർ ടു അല്ലെ, ഐ പ്രിഫർ കോഫി ടു ടീ എന്നൊക്കെ പഠിക്കത്തില്ല. അതേപോലെ തന്നെയാണ് കൺഫൈൻഡ് കഴിയുമ്പോഴേക്കും വരേണ്ടത് എന്താണ്, അവിടെ ടു ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കൺഫൈൻഡ് ടു ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്, നൺ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഇഫ് ദേ ഡാഷ് the market in time they could get fresh vegetables. അവരവിടെ കറക്റ്റ് ടൈം എത്തിയിരുന്നെങ്കിൽ എന്ത് ലഭിച്ചേനെ, they could get fresh vegetables. അവരോട് എത്തിയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വന്നം ഇവിടെ, reached. if they reached the market in time they could get fresh vegetables എന്നാണ്. ഓക്കെ, ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ ഇവിടെ പറയേണ്ടത്, ഒരു കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ എന്താണ്, ഇമ്പോസിബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ്, ഇമാജിനറി കണ്ടീഷൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്, കണ്ടീഷണൽ ക്ലോസിൽ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം, വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ ഷുഡിന്റെ എന്ത് ചെയ്യണം, V1 രൂപമായിരിക്കണം വരേണ്ടത്. ഓക്കെ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് വരണം പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം അതായത് V1. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് V2 ആണെങ്കിൽ എന്ത് വന്നം, വുഡ് അല്ലെങ്കിൽ എന്ത് വന്നം, കുഡ് അല്ലെങ്കിൽ എന്താണ്, മേലല്ല മൈറ്റ്. ഇതൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം, പ്ലസ് V1 ഫോം ആണ് വരേണ്ടത്. ഓക്കെ, V1 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ്, വില്ല് V1 ആണ് വരേണ്ടത്. ഹാഡ് V3 ആണെങ്കിൽ വുഡ് ഹാവ് ആണ് വരേണ്ടത്. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ്. എന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ. ഇവിടെ നെവർ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു നെഗറ്റീവ് ആണ്. സോ ഇവിടുത്തെ എന്തായിരിക്കണം, ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. സോ ഹാസ് ഇൻഡ് ഹി അല്ല. അപ്പൊ ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്, ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ. ഇവിടെ എന്താണ്, ഈ ഹാഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതിന് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്, ഹാസ് ഹി ആണ് വരേണ്ടത്. ഹാസ് ഹി. ഷീ മെയ്ഡ് ദ അനൗൺസ്മെന്റ് ഇൻ ക്യാമറ പ്രൊസീജിയർ. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ കാണും അല്ലെ, ഇൻ ക്യാമറ പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ഇൻ പ്രൈവറ്റ് എന്നുള്ളതാണ്. ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇൻ പ്രൈവറ്റ് അല്ലെ. ഇപ്പൊ ഇൻ ക്യാമറ കോടതികളിലൊക്കെ കേൾക്കും, ഇൻ ക്യാമറ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഉണ്ടാകില്ല, അതിനുള്ളിൽ ജഡ്ജിയും ആ ഒരു മിക്കപ്പോഴും എന്താ പീഡന കേസുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ആ ഇരയായ കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻ ക്യാമറ പ്രൊസീജിയർ ആയിരിക്കും നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വി ആർ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടെമറിറ്റി. ടെമറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സാഹസികത, അവിവേകം എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ഇവിടെ വരേണ്ട എന്താണ്, റാഷ്നസ് ആണ്. റാഷ്നസ്. ഓക്കെ, ടെമറിറ്റി മീനിങ് ഒന്ന് പഠിച്ചു വെക്കണേ. എന്താണ് അത്, അവിവേകം, ആ ഒരു മീനിങ് ആണ് ശരിക്കും, റാഷ്നസ് ആണ്. ജോൺ ഈസ് എ പേഴ്സൺ ഹു ഹേറ്റ് വുമൺ. സ്ത്രീകളെ ഇഷ്ടമല്ലാത്തവരെ പറയുന്ന പേരെന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, മിസഗോണിസ്റ്റ് ആണ് അല്ലെ.
എന്താണ്? സ്ത്രീകളെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മിസഗോണിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അത് തന്നിട്ടില്ല. അപ്പൊ ഏതായിരിക്കും ആൻസർ വരേണ്ടത്? നൺ ഓഫ് ദിസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഫിലോഗൈനിസ്റ്റ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ വൺ ഹു ലൈക്ക് ഓർ അഡ്മയർ വുമൺ, സ്ത്രീകളെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ അഡ്മയർ ചെയ്യുന്നവരെയാണ് നമ്മൾ ഫിലോഗോണിസ്റ്റ് എന്ന് പറയുന്നത്. മിസാൻഡ്രിസ്റ്റ് എന്താണ്? എ പേഴ്സൺ ഹു ഡിസ്ലൈക്ക് ഓർ ഡിസ്പേഴ്സ് മാൻ, ആണുങ്ങളെ ഇഷ്ടമില്ലാത്തവരെയാണ് എന്ത് പറയുന്നത്? മിസാൻഡ്രിസ്റ്റ് എന്ന് പറയുന്നത്. സെലക്ട് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. എന്താണ്? കഡേവറും അതേപോലെ തന്നെ സൂപ്പറിൻറ്റൻഡും. നമ്മൾ ഒത്തിരി തവണ പണ്ട് കാലങ്ങളിലൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്നതാണ് അല്ലെ? സൂപ്പർ ഇൻ ഡെന്റ്, ഇതാണ് സൂപ്പറിൻറ്റൻഡന്റ് സ്പെല്ലിംഗ്. ഇത് രണ്ടും ഇവിടെ എന്താണ്? കഡാവർ, അതും ശരിയാണ്. സൂപ്പറിൻറ്റൻഡും ശരിയാണ്. രണ്ടും ഇവിടെ ശരിയായ സ്പെല്ലിംഗ് ആണ്. അഫ്ലുവന്റ് പേഷ്യൻസ് ഗോ ടു ദിസ് ഹോസ്പിറ്റൽസ്. എന്താണ്? അഫ്ലുവന്റ് മീൻസ് എന്താണ്? ഭയങ്കര വെൽത്തി ആയിട്ടുള്ള മീനിങ് ആണ്. അഫ്ലുവന്റ് എന്ന് പറയുമ്പോൾ റിച്ച്, വെൽത്തി, അതാണ് അഫ്ലുവന്റ്. നമ്മളിത് കുറെ തവണ പഠിച്ചിട്ടുണ്ട് അല്ലെ? റിച്ച് അല്ലെങ്കിൽ വെൽത്തി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? പൂവർ ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? പൂവർ ആണ് വരേണ്ടത്. വിദുഷി എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിദ്വാൻ, വിദുഷിയാണ് പുല്ലിംഗ രൂപം. വിദ്വാൻ, വിദുഷി. ദാതാവ്, ദാതാവാണെങ്കിൽ എന്ത് വന്നം? ദാതാവ് ധാത്രിയാണ്. ദാതാവ് ധാത്രി. അതേപോലെ തന്നെ എന്താണ്? ചോരൻ, നമ്മൾ ചോരിയും പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് വരും? ചോരിണി വരും. ഓക്കെ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനം, അധ്യാപകർ എന്ന് പറയുന്ന എന്താണ് അല്ലെ? അലിംഗ ബഹുവചനമാണ്. ടീച്ചേഴ്സും ആയിക്കോട്ടെ സാറുമാരും ആയിക്കോട്ടെ കുഴപ്പമില്ല. അപ്പൊ അലിംഗ ബഹുവചനമാണ്. പിന്നെ എന്താണ് പറയേണ്ടത്? ആചാര്യന്മാർ, വൈദ്യർ. ഇവിടെ എന്താണ്? വൈദ്യർ എന്ന് പറയുന്നതാണ് ഇവിടെ പൂജക ബഹുവചനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ തേനിന്റെ പര്യായ പദം അല്ലാത്തത്, തേനിന്റെ അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഏതാണ്? മധു, മധുപൻ, പീയൂഷം, അമൃത്. മധുപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വണ്ട്. വണ്ടിനെയാണ് നമ്മൾ മധുപൻ അല്ലെങ്കിൽ മദ്യപൻ എന്നൊക്കെ പറയുന്നത്. തേനിന് നമുക്ക് എന്തൊക്കെ പറയാം? മധു പറയാം, പീയൂഷം പറയാം, പിന്നെ എന്താണ്? അമൃതം പറയാം. പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ? മരന്തം പഠിച്ചിട്ടുണ്ട് അല്ലെ? പിന്നെ എന്താണ്? മകരന്തം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? തേനിന്റെ പര്യായമാണ്. അപ്പൊ മധു തേനാണെങ്കിൽ മധുപൻ ആരാണ്? വണ്ടാണ്. വാഗതീതം എന്നതിനെ പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വാഗതീതം? ഓപ്ഷൻ സി, വാക്ക് പ്ലസ് അതീതമാണ് എന്ത്? വാഗതീതം എന്ന് എഴുതുമ്പോൾ. ഓക്കെ, വാഗതീതം, വാക്ക് പ്ലസ് അതീതം. കേവല ക്രിയക്ക് ഉദാഹരണം എഴുതുക. എന്താണ് കേവല ക്രിയ എന്ന് പറയുന്നത്? നമ്മൾ തനിയെ ചെയ്യുന്ന അല്ലെ പഠിക്കുന്നു. ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പഠിക്കുന്നു, ഞാൻ പഠിക്കുവാണ്, ഞാനൊരു തനിയെ ചെയ്യുന്നതാണ് അല്ലെ? കർത്താവ് എന്താണോ തനിയെ ചെയ്യുന്നത്. ചിരിക്കുന്നു, ഞാൻ തനിയെ ചിരിക്കുകയാണ്. ഓടുന്നു, ഞാൻ തനിയെ ഓടുന്നു. പക്ഷെ ഉറക്കുന്നു എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ എന്താണ്? അത് നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയാണ് അല്ലെ? ഉറക്കുന്നു, എഴുതിപ്പിക്കുന്നു അല്ലെ? മറ്റൊരാളുടെ പ്രേരണയിൽ എഴുതിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എന്താ? കേൾപ്പിക്കുന്നു, കാണിപ്പിക്കുന്നു. പിന്നെന്താ? കാണിക്കുന്നു, ചാടിക്കുന്നു അല്ലെ? ചാടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ചെയ്യാണ്. പക്ഷെ ചാടിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് പ്രയോജക ക്രിയയാണ്. അപ്പൊ കേവല ക്രിയ പറയുമ്പോൾ എന്താണ്? എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു. ഇതെല്ലാം എന്താണ്? കേവല ക്രിയക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ഉറക്കുന്നു എന്താണ്? പ്രയോജക ക്രിയയാണ്. സ്നേഹധനൻ ഏത് സമാസമാണ്? സമാസം നമുക്ക് ശരിക്കും LP-UP ഈ സമാസം നമുക്ക് പഠിക്കാനുണ്ട്. LDS സമാസം എന്ന് എടുത്ത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പരീക്ഷയ്ക്ക് സമാസം കയറി ചോദിക്കാറുണ്ട്. ഏത് സമാസമാണെന്നായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. അതിനെ പിരിച്ചെഴുതാനായിട്ട് ഇപ്പൊ താമരക്കണ്ണൻ എന്താണ്? താമരയിതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവൻ ആരോ അവനെയാണ് നമ്മൾ താമരക്കണ്ണൻ എന്ന് പറയുന്നത്. അങ്ങനെ അതിനെ വിഗ്രഹിക്കാന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇത് ബഹുവ്രീഹി സമാസമാണ്. അതായത് വിഗ്രഹിക്കുമ്പോൾ എന്താണ്? ഇവിടെ രണ്ട് പദം ഉണ്ടാകും. ഒന്ന് ഇപ്പൊ തലവേദന. ഓക്കെ, നമുക്ക് പറയാം തലയുടെ വേദനയാണ് തലവേദന എന്ന് പറയുന്നത്. അപ്പൊ തലവേദന, രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊന്ന് പൂർവ്വപദമുണ്ട്, ഉത്തരപദമുണ്ട്. ഓക്കെ, ഇത് രണ്ടിനും അല്ലാത്ത പ്രാധാന്യമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഹുവ്രീഹി എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടില്ല. കാര്യം ഏത് സമാസമാണെന്നൊന്നും ചോദിക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള ഒരെണ്ണം വർഗാക്ഷരങ്ങളുടെ ചില്ലാണ്. ഏതാണ്? ഇന്നാണ് കേട്ടോ വർഗാക്ഷരങ്ങളുടെ ചിഹ്നം എന്ന് പറയുന്നത്, ചില്ലക്ഷരങ്ങൾ എന്ന് പറയുന്നത്. പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. എന്നാൽ പ്രേക്ഷകൻ ആരാണ്? പറഞ്ഞയച്ചവനെയാണ് നമ്മൾ പ്രേക്ഷകൻ എന്ന് പറയുന്നത്. പറഞ്ഞയച്ചവനാണ് പ്രേക്ഷകൻ. നെക്സ്റ്റ് നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ഓക്കെ, എന്താണ്? സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് ഇവിടെ വരേണ്ടത്? അതേതാണ്?
പട്ടുശീലയാണ്. അതായത് നോക്കിക്കേ, ഇതിന് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനെ പിരിച്ചെഴുതാനായിട്ട് പറ്റുന്നത്. ബാക്കിയെല്ലാം എന്താണ്, ദ്വിത്വസന്ധിയാണ് അല്ലെ. ഇവിടെ എന്ത് വരും, തിരശീല. എങ്ങനെ പിരിച്ചെഴുതാനായിട്ട് പറ്റും, തിര പ്ലസ് ശീല, തിരശീല. ഇവിടെ ഷാ എന്ത് ചെയ്യുന്നുണ്ട്, ഇരട്ടിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ദ്വിത്വസന്ധിയാണ്. മടിശീല, മടി പ്ലസ് ശീലയാണ്. കുടശീല, കുട പ്ലസ് ശീലയാണ്. കുടശീല എന്ന് പറയുന്ന എല്ലാം ദ്വിത്വസന്ധിയാണ്. ഇവിടെ എന്താണ്, പട്ടുശീല, പട്ടുശീലയാണ് എന്ത് തെറ്റായിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ഏതിലാണ് കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? ഞാൻ മുഖത്ത് ഊതിയപ്പോൾ കുട്ടി കണ്ണടച്ചു. നോർമലായിട്ട് നമ്മൾ പറയുന്നത് ശരിയാണ്, നമ്മൾ കണ്ണടയ്ക്കുക എന്നുള്ളത് തന്നെ. ആദ്യമൊക്കെ മകൻ കക്കാൻ പോകുമ്പോൾ അമ്മ കണ്ണടയ്ക്കുമായിരുന്നു. കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കണ്ടില്ലെന്ന് വെക്കുമല്ലേ, കണ്ണടച്ച് കളയുക. അപ്പൊ അതും എന്താണ്, ആ ഒരു മീനിങ്ങുമായിട്ട് കണ്ണടയ്ക്കുക എന്നുള്ളൊരു മീനിങ് എന്താ, കാണാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതും ഏകദേശം ഓക്കെയാണ്. അച്ഛൻ കണ്ണടച്ചതിന് ശേഷമാണ് കുട്ടി ഇത്ര വഷളായത്. അതായത് ഇവിടുത്തെ കണ്ണടയ്ക്കൽ എന്താ ഉദ്ദേശിക്കുന്നത്, അച്ഛന്റെ മരണമാണ് കണ്ണടയ്ക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, തീരെ പ്രകടമല്ലാത്തെന്ന് ചോദിക്കും, ഇതാണ് വരേണ്ടത്. 14 വർഷം ലക്ഷ്മണൻ കണ്ണടക്കാതെ കാത്തിരുന്നത് കൊണ്ടാണ് രാമന് ശത്രുഭയം കൂടാതെ കാട്ടിൽ കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞത്. അതായത് ഇവിടെയും എന്താണ്, കണ്ണടക്കാതിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചുറ്റും ജാഗരൂകരായി കണ്ണ് തുറന്നിരിക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് പറയേണ്ടത് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ, ഇവിടുത്തെ കണ്ണടച്ചെന്ന് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്, മരണമാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ മാത്സ് ആണ് പറയുന്നത്. നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. -1/138. അതായത് നമുക്കറിയാം എന്താണ് നമുക്ക് പഠിക്കേണ്ടത്, ഒരു -1ന്റെ പവറിൽ ഓഡ് നമ്പർ, അതായത് ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും, -1 ആയിരിക്കും. ഇപ്പൊ നോക്കിക്കേ, -1² അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. -1ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, -1 × -1 ആൻസർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇനി -1ന്റെ പവറിൽ നോക്കിക്കേ, ഈവൻ ആണെങ്കിൽ -1ന്റെ പവറിൽ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2, അതായത് -1 × -1 പോസിറ്റീവ് 1 ആയിരിക്കും. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വരേണ്ടതെന്ന്. -1/138 അതായത് പവർ എന്താണ്, ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. സോ ആൻസർ ഇവിടെ 1 വരണം. പ്ലസ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്, -1/521. അവിടെ എന്താണ് പവറിൽ വന്നിരിക്കുന്നത്, ഓഡ് നമ്പർ ആണ്. സോ ആൻസർ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. പ്ലസ് 1/360. അവിടെ എന്താണ്, 1ന്റെ മേളിൽ പവർ ഓടായാലും ഈവൻ ആയാലും അവിടെ എന്തായിരിക്കും, അതേ 1 തന്നെയാണ്. +1 പ്ലസ് ഇവിടെ എന്താണ്, -1/200. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m എന്ന് പറയുന്നത് 1/a⁻m ആണ്. സോ നമുക്കിവിടെ ഇതിനെ എങ്ങനെ എഴുതാം, 1/1/200 എന്ന് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, അതായത് 1/1 തന്നെയാണ്. 1/1 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്, 1 ആണ്. ഇതും കൂടി കട്ടായി പോകും, 1 + 1 വരും. ആൻസർ എത്രയാണ്, 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 25 കിലോഗ്രാമിന്റെ എത്ര ശതമാനമാണ് 3.5 കിലോഗ്രാം? അതായത് നമ്മൾ എങ്ങനെയാണ് സാധാരണ ശതമാനം കണ്ടുപിടിക്കേണ്ടത്? ഇപ്പൊ 50 മാർക്ക്, 100ൽ 50 കിട്ടി, എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സെയിം തന്നെയാണ്. 25 കിലോഗ്രാമിന്റെ എത്ര ശതമാനമാണ് 3.5 എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ 25ഉം 100ഉം കൂടി കട്ടായി പോകും, 4 തവണ 3.5 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും, 3.5, 35, 35, 70 ആണ് അല്ലെ. 70ഉം 70ഉം 140 ആണ്. ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുക. അപ്പൊ ആൻസർ എത്ര വരും, 14% എന്തെന്ന് പറയുന്നത്, 3.5 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 75 ആണ്. അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 20 ആയാൽ സംഖ്യകളുടെ വർഗത്തിന്റെ വ്യത്യാസം, വർഗം എന്ന് പറയുമ്പോൾ x² - y² എത്രയെന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം x² - y², a² - b² എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, a + b × a - b ആണ്. ജനറൽ ഐഡന്റിറ്റി ആണല്ലേ. ഇവിടെ നമുക്കറിയാം x + y എന്ന് പറയുന്നത് 75 ആണ്, x - y എന്ന് പറയുന്നത് 20 ആണ്. സോ ആൻസർ എത്ര വരും, 75 × 2 എന്ന് പറയുന്നത് 180. ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, 1500 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഒരു വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, വൃത്തം അല്ലെ. വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് ആരത്തിന്റെ ഇരട്ടിയാണ്. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആണെന്ന് എഴുതുക.
വ്യാസപരിധി, പരിധി എന്ന് പറയുന്നത് ചുറ്റളവാണ്, പെരിമീറ്റർ ആണ്. അതിന് എന്താണ്? 2πr ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വ്യാസവും ഈ പറയുന്ന പെരിമീറ്ററും തമ്മിലുള്ള അംശബന്ധം. അതായത് 2r ഈ പറയുന്ന 2πr. ഇവിടെ 2r കട്ടായിപ്പോ, ഇവിടുത്തെ 2r കട്ടായിപ്പോ, ഇവിടെ 1 വരും. ആൻസർ എങ്ങനെ വരും? 1:2π എന്ന് വരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. അവധിക്കാലത്ത് ബന്ധുവീട്ടിൽ പോയ രാമു ആ വീട്ടിലെ മാവിൽ നിന്നും ആദ്യത്തെ ദിവസം 21, രണ്ടാമത്തെ ദിവസം 19, മൂന്നാമത്തെ ദിവസം 17, അങ്ങനെ മാങ്ങ പറിച്ച് അവസാനത്തെ ദിവസം 5 മാങ്ങകൾ വീതം പറിക്കുന്നു. എങ്കിൽ രാമു ആകെ എത്ര മാങ്ങ പറിച്ചു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്നത് എന്താണ്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലേ? ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നേരെ കുറച്ച് എഴുതുക. അടുത്ത് എത്ര വരും? 15 വരും. നെക്സ്റ്റ് എത്ര വരും? 13 വരും. പിന്നെ 11 വരും. പിന്നെ എത്ര വരും? 9 വരും. അടുത്ത എത്രയാണ്? 7 വരും. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാലും മതി. അപ്പൊ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9 സംഖ്യകളുണ്ടെന്ന് മനസ്സിലായില്ലേ? നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സമ്മാക്കി എഴുതാം. സം എന്ന് പറയുന്നത് എന്താണ്? സമാന്തര ശ്രേണിയുടെ സം n/2 ഇൻറ്റു 2a+. അത് വേണ്ട, നമുക്ക് a+an മതി. കാര്യം നമുക്കിവിടെ ആദ്യ പദവും നമുക്കറിയാം, അവസാന പദവും അറിയാം, എന്നും കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയല്ലോ. 9/2 ഇൻറ്റു 21 + 5 എന്ന് വരും. ആൻസർ എങ്ങനെ വരും? 9/2 ഇൻറ്റു 26. കട്ടായി പോകും 13 തവണ. 13 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 117 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ അക്ഷരക്കൂട്ടം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, CEB. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് എന്താണ്? CEB അല്ലെ? നമുക്കറിയാം ഇവിടെ എന്താണ്? സി കഴിഞ്ഞ് രണ്ടാമത്തെ ആണ് അല്ലെ? +2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇ കിട്ടുന്നത്. ഇനി ഈ സിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? -1 ചെയ്യുമ്പോഴാണ് നമുക്ക് ബി കിട്ടുന്നത് അല്ലെ? സിക്ക് തൊട്ട് മുമ്പല്ലേ ബി എന്ന് പറയുന്നത്. ഇനി UVT നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത നോക്കാം, SUR. എസ് കഴിഞ്ഞിട്ട് നോക്കിക്കേ, നെക്സ്റ്റ് TU +2 ചെയ്യുമ്പോൾ യു കിട്ടും. എസിന് തൊട്ട് മുമ്പുള്ള നമ്പറാണ് 6, -1 ചെയ്താൽ മതി. HJG. എച്ച് കഴിഞ്ഞിട്ട് IJ. അപ്പോൾ ഇവിടെ +2 ആണ്. ഇവിടെ എന്താണ്? GH -1 ആണ്. ഇവിടെ എല്ലാം ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഇതെന്താണ് വരേണ്ടത്? UVT എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്താ തെറ്റായിട്ട് വരുന്നത്. കണ്ടോ? ഇവിടെ എന്താ? യു കഴിഞ്ഞിട്ട് നമുക്കറിയാം നെക്സ്റ്റ് UVW. ശരിക്കും +2 ചെയ്യുമ്പോൾ W ആയിരുന്നു വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ തെറ്റായ കൂട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ഓരോ ചിഹ്നങ്ങളാണ് അല്ലെ തന്നിരിക്കുന്നത്. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അതിനെ പ്ലസ് എന്നും, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ അതിനെ മൈനസ് എന്നും, ഹാഷ് ആണെങ്കിൽ അതിനെ ഡിവിഷൻ എന്നും, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണെങ്കിൽ അതിനെ ഇൻറ്റു എന്നും, ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ്? ഈക്വൽ ടു ആണ് എങ്കിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആൻസർ ഇതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്ത് വരും? 4. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരേണ്ടത്? ഇൻറ്റു 1 ആണ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കിക്കേ, അടുത്തത് നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം -9 ആണ് വരേണ്ടത്. നെക്സ്റ്റ് എന്താണ്? ഹാഷ് ആണല്ലേ? ഓക്കെ, ഇതിന്റെ ജസ്റ്റ് നമുക്ക് ആൻസർ കണ്ടുപിടിച്ചാൽ മതി അല്ലെ? എല്ലായിടത്തും ഒരേ കാര്യം തന്നെയാണ് തന്നിരിക്കുന്നത്. -9 വന്നം, അതായത് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി എല്ലായിടവും എന്താണ്? അത് സെയിം തന്നെയാണ് തന്നിരിക്കുന്നത്. കണ്ടാ? എല്ലായിടവും സെയിം. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ഈ ആൻസറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 4 × 1 -9 വരും. നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? ഹാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം /3 വന്നം. ഇനി എന്താണ്? ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റു 4 വന്നം. ലെസ് ദാൻ അല്ലേ? ലെസ് ദാൻ വരുമ്പോൾ പ്ലസ് ആണ് കേട്ടോ. ഈ ലെസ് ദാൻ ഫസ്റ്റ് അല്ലേ? ലെസ് ദാൻ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. +4 വരണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 4 മൈനസ് ഇവിടെ 3 ഡിവൈഡ് ബൈ 9 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 3 വരും. +4 എന്ന് വരും. 4 ഇവിടെ എത്രയാണ്? 8 ആണ്. 8 - 3 എന്ന് വരും. ആൻസർ എത്രയാണ്? 5 ആണ്. അതായത് ഈക്വൽ ടു 5. അപ്പൊ 5 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരാൾ വീട്ടിൽ നിന്നും വടക്കോട്ട് യാത്ര തിരിച്ചു. എന്താണ്? വടക്കോട്ടാണ് യാത്ര തിരിക്കുന്നത്. മുകളിലാണല്ലേ വടക്കോട്ട് യാത്ര തിരിച്ചു. പിന്നീട് വലത്തോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നോക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും ഇടത്തോട്ട്. ഇതാണ് ക്ലോക്ക് വൈസ് അല്ല? ഇങ്ങനെയല്ലേ ക്ലോക്ക് തിരിയേണ്ടത്. അപ്പൊ ഇടത്തോട്ടും സഞ്ചരിച്ചു എങ്കിൽ അയാൾ ഇപ്പൊ ഏത് ദിക്കിലേക്കായിരിക്കും? നേരെ മുകളിലോട്ടല്ലേ? മുകളിലോട്ടെന്ന് പറയുമ്പോൾ ഏതാണ്? വടക്കോട്ട് തന്നെയാണ് അയാൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2021 ജനുവരി 1 വെള്ളിയാണെങ്കിൽ 2021 ഫെബ്രുവരി 1 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്.
നമുക്കറിയാം 2021 ജനുവരി 1 വെള്ളി. അങ്ങനെയാണ് എങ്കിൽ ഏതൊക്കെയായിരിക്കും? 8 വെള്ളിയായിരിക്കും. 7 കൂട്ടിയാൽ മതിയല്ലോ. 15 വെള്ളിയായിരിക്കും, 22 വെള്ളിയായിരിക്കും, 29 വെള്ളിയായിരിക്കും. 30 എന്ന് പറയുന്നത് ശനിയാണ് അല്ലെ. 31 അല്ലെ. 31 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഞായർ വരും. അടുത്തത് ഏതാണ്? 31 ദിവസമാണ് ജനുവരിയിലുള്ളത്. പിന്നെ വരേണ്ടത് ഏതാണ്? ഫെബ്രുവരി 1 ഫെബ്രുവരി 1 അപ്പൊ എന്തായിരിക്കണം? തിങ്കളാഴ്ചയായിരിക്കണം. ഓപ്ഷൻ എ തിങ്കളാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു ക്ലോക്കിലെ സമയം 4:20 ആണെങ്കിൽ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ നിങ്ങൾ 30h - 11/2 ഒന്നും ചെയ്യണ്ട. ഇവിടുത്തെ എന്താണ്? നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4:20. 4:20 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി എവിടെയാണ്? 4-ലാണ്. മിനിറ്റ് സൂചി എവിടെയാണ്? 4-ലാണ്. ഇങ്ങനെ വരുന്ന കേസിൽ ഈ മിനിറ്റ് എത്രയാണോ അതിന്റെ നേരെ പകുതി എടുത്താൽ മതി. 10 ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് പറയാം 8:40. മണിക്കൂർ സൂചി എവിടെയാണ്? 4-ലാണ്. മണിക്കൂർ സൂചി 8-ലാണ്. മിനിറ്റ് സൂചി എത്രയിലാണ്? അതും 8-ലാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? 40ന്റെ പകുതി 20 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് അതേപോലെ പറയാമെങ്കിൽ എന്താണ്? 7:35. 7:35 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണിക്കൂർ സൂചി 7-ലാണ്, മിനിറ്റ് സൂചിയും 7-ലാണ്. അങ്ങനെ വരുവാണെങ്കിൽ 35ന്റെ പകുതി എടുത്താൽ മതി. ഇനി അതേപോലെ നമുക്ക് ഏതൊക്കെ പറയാം? 4:20. 4:20 നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. പിന്നെ എന്ത് പറയാം? 10:50. മണിക്കൂർ സൂചി 10-ലായിരിക്കും, മിനിറ്റ് സൂചിയും എന്താണ്? 10-ലാണ്. ഇത് 10 എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞായിരിക്കും നിൽക്കണം. നമുക്ക് ഇവിടുത്തെ ഇതിന്റെ നോക്കണ്ട. ഈ ഒരു ഇതിന്റെ ഏതാണോ സൂചി എന്ന് നോക്കിയാൽ മതി. രണ്ടും ഒന്നല്ലേ. ഒന്നാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ നേരെ പകുതി 25 ഡിഗ്രി ആയിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കീ ഓൾറെഡി മാർക്കഡ് PDF ആണ്. ഞാനത് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കാം. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പഠിക്കുക. കറണ്ട് അഫെയർ ഒഴികെയുള്ള ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. 21ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വിചാരിക്കേണ്ട. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പഠിക്കാം. അതേപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, അതേപോലെ തന്നെ സയൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്